ഇസ്ലാമിനെ വളർത്താൻ സഹായിക്കുന്ന ഘടകങ്ങളാണ്. അങ്ങനെയാണ് ഇസ്ലാമിനെ ലോകം മുഴുവനും ആക്കി മാറ്റാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യതപ്പെട്ടവർ എന്നാണ് അവർ പറയുന്നത്. അഭയാർത്ഥികളായി വന്നു കയറിയ ആളുകൾക്കൊക്കെ മാനുഷികമായ പരിഗണന കൊടുത്ത സായിപ്പന്മാർ ഇന്ന് നെഞ്ചിലിടിച്ച് നിലവിളിച്ചുകൊണ്ടിരിക്കുക. കുഞ്ഞുങ്ങൾ തകരുന്നത്, യുവതലമുറ നശിക്കുന്നത് കണ്ട് വിലപിച്ചുകൊണ്ടിരിക്കുക. യൂറോപ്യന്മാരുടെ മനുഷ്യാവകാശവും സെക്യുലറിസവും ഒക്കെ ഇന്ന് നമ്മുടെ നാട്ടിലും പറഞ്ഞു നടക്കുന്ന ഒരുപാട് ലവന്മാരുണ്ട്. അവരും ഇന്ന് ആ സായിപ്പന്മാര് കരയുന്നത് പോലെ നാളെ നമ്മളും കരയും. എപ്പോഴാണെന്നറിയാമോ? ഇന്ന് യൂറോപ്യൻ രാജ്യങ്ങളിൽ കയറിയിട്ടുള്ള ഇവന്മാര് അവരെ അഭയാർത്ഥികളാക്കാൻ ശ്രമിക്കുന്നു, ആ രാജ്യത്തുള്ളവരെ ചവിട്ടി പുറത്താക്കാൻ ശ്രമിക്കുന്നു. അതുപോലെ ഇന്ത്യ അഭയം കൊടുത്തിട്ടുള്ള ആളുകളുണ്ടല്ലോ, ഈ ഇന്ത്യക്കാരെ ചവിട്ടി പുറത്താക്കാൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യക്കാർ അഭയാർത്ഥികളാകും. അപ്പൊ അവര് ചിന്തിക്കും, ഷോഹിൽ അവരൊക്കെ പറഞ്ഞത് എന്ത് സത്യമായിരുന്നല്ലേ, വല്ല രാജ്യത്തും വലിഞ്ഞു കയറി പോയിട്ടേ അവിടുത്തെ തദ്ദേശീയരായ ആളുകളെ ഇവരുടെ മതനിയമം പഠിപ്പിക്കാൻ ശ്രമിക്കുന്നു, ഇവരുടെ മതത്തിലേക്കാക്കാൻ ശ്രമിക്കുന്നു. ആലോചിക്കണം. മരുഭൂമിയിൽ പോയിട്ട് എന്തെങ്കിലും ചെയ്തിട്ട് പ്രത്യേകിച്ച് ലോകം മുഴുവനും ഇസ്ലാം ആക്കാനൊന്നും ഇവർക്ക് പറ്റില്ലെന്ന് ഇവർക്ക് മനസ്സിലായി. അപ്പോൾ ഇനി ഇവർക്ക് വേണ്ടത് ഇസ്ലാമിക രാജ്യമല്ല, യൂറോപ്യന്മാരുടെ രാജ്യമാണ്. അതിന് പിന്നില് ഇവർക്കൊരു അജണ്ടയുണ്ട്. ഇസ്ലാമിക രാജ്യത്ത് പോയിട്ട് മുസ്ലിങ്ങളെ നമുക്കൊന്നും ചെയ്യാനില്ലല്ലോ, നമ്മൾ എവിടെ പോയാലും അവിടെ കുളം തോണ്ടൂല്ല. അതുകൊണ്ട് തൽക്കാലം നമുക്ക് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് അഭയം പ്രാപിക്കാം. അങ്ങനെ ഓരോ വർഷവും സീസണിനനുസരിച്ച് അഭയാർത്ഥികളെ സൃഷ്ടിക്കപ്പെടും. ആ അഭയാർത്ഥികൾ പിന്നീട് നോക്കിക്കോളും ഈ ലോകത്ത് എന്ത് നടക്കണമെന്ന്. യൂറോപ്യൻ രാജ്യങ്ങളിൽ പോയിട്ടല്ലേ രക്ഷയുള്ളൂ, അവരെയല്ലേ നമുക്ക് നശിപ്പിക്കേണ്ടത്. പക്ഷേ ഇമ്മാനുവൽ മാക്രോൺ എന്ന ഫ്രാൻസിന്റെ പുലിക്കുട്ടിയോട് മാത്രം ഇവരുടെ ഒരാട്ടവും നടക്കില്ല. ഈ ഫ്രാൻസിലെ മുസ്ലിങ്ങൾ